ഇന്ന് നമുക്ക് കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടാവാം പണി അല്ലേ? എന്നാ വാ തുടങ്ങാം. ഇതുപോലെ 2 കൈയൊക്കെ മുളച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ചുള്ളിക്കൊമ്പ് പൊടിച്ചെടുക്കുക. ഞാനെടുത്ത കൊമ്പിൽ ഒറ്റ കൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് രണ്ടാമത്തെ കൈ നമ്മൾ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് ഇതുപോലെ ഏതെങ്കിലും ഒരു കമ്പിയെടുത്ത് അത് ആ കൊമ്പിന്റെ കൂടെ ഒന്ന് വളച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഒറ്റ കൈ മാറ്റി നമ്മൾ 2 കൈയാക്കിയിട്ടുണ്ട്. ഇനി ആ കൊമ്പ് നമ്മുടെ ചിരട്ടയുടെ ഉള്ളിൽ ഒരു ഹോൾ ഉണ്ടാവില്ലേ, ആ ഹോളിന്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്ത് ഏതെങ്കിലും ഒരു ഗമ്മ വെച്ച് അങ്ങോട്ട് ഒട്ടിച്ചു. നമ്മൾ ആ സംഭവം അത്യാവശ്യം സെക്യൂർ ആയിട്ടിരിക്കാനും പിന്നെ ആ ഹോൾ ആരും കാണാതിരിക്കാനും വേണ്ടി നമ്മൾ ക്ലേ വെച്ചിട്ടാണ് അത് അങ്ങോട്ട് മൂടിക്കളഞ്ഞത്. അങ്ങനെ ചിരട്ടയും കോലും തമ്മിൽ നമ്മളൊരു ധാരണയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബോഡി പാർട്സ് കൂടി സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മുടെ ക്ലേയുമായിട്ടുള്ള യുദ്ധം ചെറിയ രീതിയിൽ വെള്ളക്കൊടിയൊക്കെ കാണിച്ച് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയമെടുത്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ക്ലേ നമുക്ക് ഒന്ന് വഴങ്ങിയൊക്കെ തരുന്നുണ്ട്. അങ്ങനെ 2 കൈയും ഉടലൊക്കെ റെഡിയായി. പിന്നെ ഒരു തലയും കൂടി അങ്ങോട്ട് ഉരുട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പെണ്ണിനെ ആയതുകൊണ്ട് ഈ മൊട്ടത്തല മാറ്റാൻ വേണ്ടി ചെറിയൊരു വിഗും കൂടി റെഡിയാക്കി അതിന്റെ തലയിൽ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവളെ ഒന്ന് മെനയാക്കാൻ വേണ്ടി നമുക്കൊന്ന് പെയിന്റ് അടിച്ചെടുക്കണം. ഒരു കാര്യം മറന്നുപോയി മക്കളെ, നമ്മുടെ പെണ്ണിന്റെ ഉടുപ്പിന് നമ്മൾ വള്ളി വെച്ച് കൊടുത്തില്ല. എങ്ങാനും ഊരിപ്പോയാ നാണക്കേടല്ലേ? അങ്ങനെ നാണങ്ങിടാൻ നമ്മൾ സമ്മതിക്കോ? അതുകൊണ്ട് വേഗം തന്നെ 2 വള്ളി അങ്ങോട്ട് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവളെ ഒന്ന് വെള്ള പൂശിയിട്ട് വേണം ഒന്ന് കളറാക്കി എടുക്കാൻ. ഇവളെ കാണാനായിട്ട് ഒരു തള്ള വൈബ് ലുക്ക് ആയതുകൊണ്ട് ആ നരച്ച മുടിയൊക്കെ ഒന്ന് മാറ്റാൻ ആദ്യം തന്നെ അതങ്ങോട്ട് ഡൈ അടിച്ചു കൊടുത്തു. പിന്നെ അവളുടെ തുണിയൊക്കെ ഒന്ന് കളറാക്കി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു ഉജ്ജാല മുക്കിയ ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ മുഖത്ത് കുറച്ച് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് വന്നപ്പോഴേക്കും ആൾ അത്യാവശ്യം തരക്കേടില്ലാതെ തിളങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു കൈക്ക് നീട്ട കൂടുതലുണ്ടോ എന്നാരും ചോദിക്കരുത്. കുറച്ച് നാൾ കഴിയുമ്പോൾ വികലാംഗ പെൻഷന് ഞങ്ങൾക്ക് അപേക്ഷിക്കാൻ പോകാനുള്ളതാ. ആ ഡ്രസ്സിന്റെ കളറ് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് ഒന്നും കൂടിയൊക്കെ മിനുക്ക് പണി ചെയ്ത് പിന്നെ ഞാൻ അലമ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുള്ളിക്കാരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവള് നമ്മുടെ ഭീമ ജ്വല്ലറിയുടെ നിക്കറിട്ട് നിൽക്കുന്ന ചെക്കനില്ലേ, അവന്റെ ഏകദേശം വകയിലൊരു പെങ്ങളായിട്ട് വരും. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ പെണ്ണിന്റെ ഒരു ബെല്ലി ഡാൻസോട് കൂടി ഇന്നത്തെ പരിപാടി ഏതായാലും കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും അത് കമന്റിൽ പറയാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി പിന്നെ കാണാം. ബൈ.